നമസ്കാരം. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഓരോ ആളുകൾ അവതരിക്കണം ഓരോ സമയത്ത്. പോലീസിനെ സംബന്ധിച്ച് നിഷാദിനെ സംബന്ധിച്ചിട്ടാണ്. പോലീസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം കിട്ടാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ സമൂഹം. തെറ്റിന് ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞ ആളിനെ എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ക്രിയാത്മകമായിരിക്കണം. അനാവശ്യ വിമർശനങ്ങൾ, പെറ്റി കേസ് പിടിച്ചതിൻ്റെ പേരിൽ വൈരാഗ്യം കാണിച്ചുകൊണ്ട് ഒരു പ്രശ്നം കിട്ടുമ്പോൾ പോലീസിനെ നെഞ്ചത്ത് കയറുന്നതല്ല ശരി. പോലീസ് തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കുക, അല്ലെങ്കിൽ അതിന് മേലേക്കുള്ള തൊട്ട് അപ്പുറത്തേക്കുള്ള അധികാരികളോട് കംപ്ലയിൻറ്റ് ചെയ്യാം. അതിന് പകരം യൂട്യൂബിൽ വൈറലാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിവരം കെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു സുഖമില്ലായ്മയുണ്ട്. ഇവിടെ നന്മകൾ ഒരുപാട് ചെയ്യുന്ന പോലീസുകാരുണ്ട്, ഒരുപാട്. തിന്മകൾ മാത്രമല്ല വളരെയധികം പ്രസിദ്ധീകരിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ ജനം ആഘോഷിക്കപ്പെടുകയുള്ളൂ. ഇവിടെ നന്മകൾ ആഘോഷിക്കപ്പെട്ടെ ആ ഒരു പാവപ്പെട്ടവൻ്റെ ജീവൻ, ഹതാശനായി ജീവിതം അവസാനിപ്പിക്കാൻ ട്രെയിൻ ട്രാക്കിലെത്തിയ ആ പാവപ്പെട്ടവൻ ജീവൻ രക്ഷിച്ച നിഷാദിനെ സല്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടുവെളിച്ചം ഇന്ന് ഇതിലൂടെ വന്നത്. നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കണ്ട ആ വീഡിയോയിൽ അലറി വിളിച്ചിടാ ചാടലടാ പ്ലീസ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ എത്തി സമയോചിതമായി ഇടപെട്ട് ആ ജീവൻ രക്ഷിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ നിഷാദാണ് നമുക്കൊപ്പമുള്ളത്. ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. എന്തായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു സംഭവം? രാവിലെ 6:30-7 മണിയായപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്ന്. സ്റ്റേഷനിലെ GD ചാർജ് വിനയൻ സാറിൻ്റെ കോളായിരുന്നു. ഒരു മിസ്സിങ്ങിൻ്റെ പരാതി വന്നിട്ടുണ്ട്, ഫോൺ നമ്പർ ഒന്ന് നീ ഇട്ട് ലൊക്കേഷൻ ഒന്ന് എടുത്ത് നോക്കാൻ പറഞ്ഞു. അപ്പം സാധാരണ ഒരു മിസ്സിങ് പോലെ ഞാൻ ലൊക്കേഷൻ എടുത്ത് നോക്കി. സാറ്റലൈറ്റ് ലൊക്കേഷൻ നോക്കുമ്പോൾ ഈ ഫോൺ ഒരു ട്രാക്കിൻ്റെ സമീപത്താണ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ട്രാക്കിൻ്റെ സമീപത്തോട് വണ്ടി വല്ലതും പോകുന്നതായിരിക്കാം. ഒരു 5-6 ലൊക്കേഷൻ എടുത്തപ്പം ഈ ലൊക്കേഷൻ മൂവ്മെൻ്റേ അല്ല, അവിടെ സ്റ്റില്ല. നേരത്തെ അതേ ലൊക്കേഷനിൽ തന്നെയാണ് ഈ ഫോൺ കിടക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് ഡൗട്ട് തോന്നി, ഒന്നെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഈ ഫോൺ തെറിച്ച് അവിടെ വീണ് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ഇതിനു വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാൻ കിടക്കുമായിരുന്നു. ആ വേഷത്തിൽ തന്നെ ഞാൻ എണീറ്റ് സ്കൂൾ ബൈക്ക് എടുത്തുകൊണ്ട് ഈ ലൊക്കേഷൻ്റെ ഭാഗത്തോട്ട് പോവുക. ലൊക്കേഷൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ഒരു റെയിൽവേയുടെ ബ്രഹ്മ സ്കൂളിലെ റെയിൽവേയുടെ ഗേറ്റാണ്, അത് അടച്ചിട്ടേക്കും. ഗേറ്റ് കീപ്പറിൻ്റെ അടുക്കലോട്ട് ഓടിച്ചെന്ന് വരുന്ന ട്രെയിനൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞ ഇല്ല, എന്താ കാര്യം? ഞാൻ പറഞ്ഞ ഇന്ന പോലൊരു ആള് ഫോൺ റെയിൽവേ ട്രാക്ക് കിടക്കുന്നുണ്ട്, ട്രാക്കിൻ്റെ അവിടെയാണ് ലൊക്കേഷൻ. അപ്പം പുള്ളിക്കാരൻ ആ പാളത്തിലോട്ട് നേരെ ഇങ്ങനെ നോക്കി വേണ്ട പറഞ്ഞ അവിടെ അങ്ങൊരു പയ്യൻ ട്രാക്കിനകത്ത് നിൽപ്പുണ്ടെന്ന്. പിന്നെ ഞാൻ അവിടുന്ന് ട്രാക്ക് വഴി ഓടുക. അപ്പോഴൊന്നും ട്രെയിൻ വരുന്നത് കാണുന്നില്ല. ഞാനൊരു 100 മീറ്റർ കവർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ട്രെയിൻ എന്നെ ഫേസ് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. വേറെ ഒന്നും ചിന്തിക്കാനൊന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് അടുക്കുക. അപ്പം ട്രെയിനും അടുക്കുന്നുണ്ട്. ഈ പയ്യൻ്റെ ഒക്കെ ഞാൻ പറയുന്നുണ്ട്, അവൻ അങ്ങോട്ട് മൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട് ട്രെയിനിൻ്റെ അടുത്ത്. നീ ചാടല്ലേടാന്ന് ഞാൻ അലറി വിളിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ അടുത്ത് ട്രെയിനും അതും കൂടെ നിൽക്കുന്ന കറക്റ്റ് സ്പോട്ടിലാകുമ്പോൾ ഞാൻ അടുക്കുക ചെല്ലും. ഭാഗ്യത്തിന് അവൻ ചാടിയില്ല. വേറെ എന്താ അവൻ പറഞ്ഞോ? സാർ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ സാറ് വന്നില്ലായിരുന്നെങ്കിൽ അവൻ മരിക്കും ഉറപ്പാ.